أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. صدق الله العظيم. സൂറത്തു നൂർ 26. അൽ ഖബീസാത്തു. ഖബീസ് ചീത്തയാണ്, അല്ലെങ്കിൽ വൃത്തികെട്ടത്, മാലിന്യം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഖബീസത്ത് അതിൻ്റെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും, അതിൻ്റെ ബഹുവചനം ഖബീസാത്ത്. അപ്പോൾ നല്ല വൃത്തികെട്ട സാധനങ്ങൾ, അല്ലെങ്കിൽ വൃത്തികെട്ട വാക്കുകൾ, വൃത്തികെട്ട പ്രവർത്തികൾ, അല്ലെങ്കിൽ വൃത്തികെട്ട സ്ത്രീകൾ, ഒക്കെ ആ ഒരു വാക്കിനർത്ഥം പറയാവുന്നതാണ്. അതിനനുസരിച്ച് പല വ്യാഖ്യാനങ്ങളുമുണ്ട്, വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അർത്ഥം പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം മലയാളത്തിലെ ഗ്രാമറും അറബിയിലെ ഗ്രാമറും തമ്മിൽ ഒരു ജോയിൻ്റ് ആകായിക അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. അറബിയിൽ അത് വളരെ ക്ലിയറാണ്. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ വൃത്തികെട്ട സ്ത്രീകൾ എന്നൊക്കെ പറയണം. അപ്പം അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഒന്നാണാവുക. വൃത്തികെട്ട കെലിമത്തുകൾ, വാക്കുകൾ, അതിനും ഖബീസാത്ത് എന്ന് പറയാം. അതിൻ്റെ പുല്ലിംഗം ബഹുവചനമാണ് ഖബീസീൻ. ലിൽ ഖബീസീൻ, വൃത്തികെട്ടവന്മാർക്ക്, അല്ലെങ്കിൽ വൃത്തികെട്ടവർക്ക്, അല്ലെങ്കിൽ വൃത്തികെട്ടതുകൾക്ക് എന്നൊക്കെയാണ് അർത്ഥം പറയുക. വൽ ഖബീസൂന, വൃത്തികെട്ടവർ അല്ലെങ്കിൽ ചീത്തകൾ, ലിൽ ഖബീസാത്ത്, ചീത്തകൾക്കുള്ളതാണ്. വത്തയ്യിബാത്തു, ഈ ഖബീസിൻ്റെ ബഹുവചന അർത്ഥം പറയുന്നിടത്തുള്ള ഗ്രാമർ പ്രശ്നം ത്വയ്യിബാത്തിനുണ്ട്. ത്വയ്യിബാത്ത്, കെലിമത്തുൻ ത്വയ്യിബ, ഖുർആൻ ഉപയോഗിച്ചതാണ്. കെലിമത്തുൻ ഖബീസ, കെലിമത്തുൻ ത്വയ്യിബ. അപ്പോൾ കെലിമാത്തുൻ ത്വയ്യിബാത്ത്, നല്ല വർത്തമാനങ്ങൾ എന്നാകാം, നല്ല നിലപാടുകൾ എന്നാകാം. അതുപോലെ നല്ല വ്യക്തികൾ, അഥവാ അത് അപ്പോൾ വ്യക്തികളാകുമ്പോൾ സ്ത്രീകളായിരിക്കും. വത്വയ്യിബാത്ത് ലിത്വയ്യിബീന, നല്ലതുകൾക്കുള്ളതാണ്, നല്ല പുരുഷന്മാർക്കുള്ളതാണ്, അല്ലെങ്കിൽ പുല്ലിംഗം ബഹുവചനമായിട്ട് പറഞ്ഞതാണ്. ലിത്വയ്യിബീന, നല്ലതുകൾക്ക് അല്ലെങ്കിൽ നല്ലവർക്ക് എന്നൊക്കെ അർത്ഥം. വത്വയ്യിബൂന, നല്ലതുകൾ, ലിത്വയ്യിബാത്ത്, നല്ലവയ്ക്ക് ഉള്ളതാണ്. ഉലായിക, അക്കൂട്ടർ, മുബറഊന മിമ്മാ യഖൂലൂൻ, മുബറഊന, മുക്തരാക്കപ്പെട്ടവരാണ്. ബരിഅ എന്ന് പറഞ്ഞാൽ മുക്തനായി. വല്ലാഹു ബരീഉം മിമ്മാ തുശ്രികൂൻ എന്നൊക്കെ ഉണ്ടല്ലോ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെ മുക്തനാകുന്നു അല്ലാഹു. മിമ്മാ യഖൂലൂൻ, അവർ പറയുന്നതിൽ നിന്ന്. യഖൂലൂന എന്ന് പറഞ്ഞാൽ ആര് പറയുന്നു, ആരൊക്കെ പറയുന്നു. നമ്മൾ പറയാം ആൾക്കാർ പറയുന്നത്, ആൾക്കാരെന്തെങ്കിലും പറയട്ടെ എന്നൊക്കെ പറയാറില്ല. അതുപോലെയാണ് അറബിയിൽ ആര് പറയുന്നു എന്ന് പറയാതെ യഖൂലൂൻ എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ആരൊക്കെ പറയുന്നു എന്നൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അങ്ങനെ ആരൊക്കെ പറയുന്നതിൽ നിന്നൊക്കെ അവർ മുക്തരാണ്, അഥവാ അവർക്കത് ബാധകമല്ല. ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനമുണ്ട്. വരിസ്ഖുൻ കരീം, മാന്യമായ വിഭവവുമുണ്ട്. ഈ ആയത്തിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന വ്യാഖ്യാനത്തിനാണ് അദ്ദേഹം ആദ്യം പരിഗണന നൽകിയിട്ടുള്ളത്. അതുപ്രകാരം ഈ ആയത്തിൻ്റെ അർത്ഥം ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്, ചീത്ത പ്രവർത്തനങ്ങൾ, അൽ ഖബീസാത്തു മിനൽ ഖൗലി ലിൽ ഖബീസീന മിനർ റിജാലി, ചീത്ത വർത്തമാനങ്ങൾ ഉണ്ടാക്കുക ചീത്ത പുരുഷന്മാരിൽ നിന്നാണ്. അതുപോലെ വൽ ഖബീസൂന മിനർ റിജാലി, ചീത്ത പുരുഷന്മാർ, ലിൽ ഖബീസാത്ത് മിനൽ ഖൗലി, ചീത്ത വർത്തമാനങ്ങൾക്ക് ഉള്ളവരാണ്. വത്തയ്യിബാത്തു മിനൽ ഖൗലി ലിത്തയ്യിബീന മിനർ റിജാലി,
നല്ല നല്ല വർത്തമാനങ്ങൾ നല്ല നല്ല ആളുകൾക്കുള്ളതാണ്. അപ്പം റിജാൽ എന്നുള്ളതിനൊക്കെ ആളുകൾ എന്നാകും അർത്ഥം. വത്തയ്യിബൂന മിനർ റിജാലി, നല്ല ആളുകൾ, ലിത്തയ്യിബാത്തി മിനൽ ഖൗലി, നല്ല വർത്തമാനങ്ങൾക്കുള്ളവരാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞു വരുന്ന വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്ന് പറഞ്ഞില്ലേ, പിശാചിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് എന്ന് പറഞ്ഞിട്ട് ചീത്ത വർത്തമാനങ്ങളാണല്ലോ പ്രചരിച്ചത്. മുകളിൽ പറയുന്നത് അതാണ്, ഇന്നല്ലദീന ഇർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്. അതൊന്നും മാന്യന്മാർ പറയണ വർത്തമാനമല്ല. ചീത്ത വർത്തമാനങ്ങൾ പറയുകയും ഏറ്റുപറയുകയും കേട്ടത് പറയുകയും, ചീത്ത വർത്തമാനം കേട്ടാൽ തന്നെ നല്ല ആളുകൾ ചെയ്യാൻ മിണ്ടാതിരിക്കുകയാണ്, അത് പ്രചരിപ്പിക്കാതിരിക്കുകയാണ്. നല്ല ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. ചീത്ത ആളുകളാണ് ചീത്ത വാക്കുകൾ പ്രചരിപ്പിക്കുക. നല്ല ആളുകൾ നല്ലതാണ് പറയുക. നല്ല ആളുകൾ നല്ലതാണ് പറയുക, അല്ലാതെ ചീത്ത അവർ പറയുകയില്ല എന്നാണ്. പിന്നെ നല്ല ആളുകളുടെ വിശദീകരണം പറഞ്ഞു. നല്ല ആളുകളുടെ കാര്യത്തിൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും, അവരതിൽ നിന്ന് മുക്തരാക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ മുക്തരാണ്. അഥവാ നല്ല ആളുകളോട് ഒരിക്കലും നല്ല വർത്തമാനം ചേരുകയില്ല. അപ്പോൾ ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുണ്ടായ അപവാദ പ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണല്ലോ ഈ ആയത്ത്. അവരുടെ നിരപരാധിത്വം വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ആയത്ത് 26 വരെയുള്ള ആയത്തുകൾ. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല മനുഷ്യന്മാർ ചീത്ത വർത്തമാനങ്ങൾ പറയുകയോ പ്രചരിപ്പിക്കുകയോ ഇല്ല, അത് ചീത്ത ആളുകളാണ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല മനുഷ്യർ നല്ലതാണ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ചിന്തിക്കലും, നേരത്തെ അല്ലാഹു തആല 2 തവണ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലത് വിചാരിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഒന്നതാ. 2, നമ്മൾ ഒരു കേട്ടത് ശരിയാണോ എന്ന് മനസ്സിലാക്കുമ്പോഴും അനുവർത്തിക്കേണ്ട ഒരു നിലപാടുണ്ട്. ചീത്തമായ ഒരു കാര്യം നല്ല ഒരാൾ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നല്ല മനുഷ്യൻ എന്താണ് ഊഹിക്കേണ്ടത്? അത് അയാൾ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ്. എന്നാൽ ഒരു ചീത്ത മനുഷ്യനെക്കുറിച്ച് അയാൾ ഒരു ചീത്ത കാര്യം ചെയ്തു എന്നാണ്, അത് സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഈ നല്ല മനുഷ്യനൊരു നിലപാടുണ്ടാകും, അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല, ചീത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കൂല. പിന്നെ നല്ല കാര്യങ്ങൾ നല്ല ആളുകളെക്കുറിച്ച് കേട്ടാൽ നന്നായി, അയാൾ അങ്ങനെ ചെയ്യുന്ന ആളാണ്, നല്ല മനുഷ്യനാണ് അയാൾ, അതിൽ ചെയ്തതിൽ അത്ഭുതമില്ല എന്ന് വിശ്വസിക്കാൻ കഴിയും നല്ല ഒരാൾക്ക്. നല്ല ആളുകളെക്കുറിച്ച് നല്ല വർത്തമാനം കേട്ടാൽ ചീത്ത ആളുകൾ വിശ്വസിക്കുകയില്ല. ഉദാഹരണം ഖുർആനിൽ തന്നെയുണ്ട്. സൂറത്ത് തൗബയിൽ മുഅ്മിനീങ്ങളെ ആക്ഷേപിക്കുന്ന മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹുദഹും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ തോതിൽ പണം ചെലവാക്കുന്നതിനെക്കുറിച്ചൊക്കെ മുനാഫിക്കുകൾ പറയുന്നത് അതൊക്കെ പേര് കിട്ടാൻ വേണ്ടി പറയുകയാണ് എന്നാണ്. നല്ല ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പറയുമ്പോൾ ചീത്ത ആളുകൾ വിചാരിക്കുന്നത് ചീത്ത കാര്യമായിട്ടാണ്. എന്നെപ്പോലെ തന്നെയാണ് അവരും കള്ളന്മാരാണ് എന്ന ധാരണ വെച്ചിട്ടാണ് പറയുന്നത്. ഇതാണ് ഈ ആയത്തിൻ്റെ കണ്ടൻ്റായിട്ട് ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ സൂറത്ത് തൗബയിലെ വിഷയത്തിൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ ആക്ഷേപിച്ച സംഭവങ്ങൾ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്. മിൻഹും യൽമിസുക ഫിസ് സദഖാത്ത്, സക്കാത്ത് വിതരണത്തിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുകയാണ്. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ കഴിയുന്നത്? അതൊരു ചീത്ത വർത്തമാനമായിരുന്നു, അത് പറയുന്നയാൾ ചീത്തയായതുകൊണ്ടാണ്. അതേ സമയത്ത് പറയുന്ന ആളുകൾ നല്ല ആളുകളായ യഥാർത്ഥ സഹാബിമാരായ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് അത് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അതെന്തായാലും നല്ല കാര്യമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ അൻസാരികൾക്ക് കൊടുക്കാതെ മദീനക്കാരായ അൻസാരികൾക്ക് കൊടുക്കാതെ മുഹാജിറുകൾക്കും ഒക്കെ കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആനുകൂല്യങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആളുകളൊക്കെ സമ്പത്തുമായിട്ട് പോകുന്നു, അൻസാരികൾ അള്ളാഹിൻ്റെ റസൂലുമായിട്ട് പോകുന്നു എന്ന്. അവരതിൽ തൃപ്തരാകുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് തന്നില്ല എന്നതിൻ്റെ പേരിൽ മനപ്രയാസപ്പെടുകയല്ല ചെയ്തത്, പകരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾക്കത് സ്വീകാര്യമാണ് എന്ന് പറയുകയാണ് ചെയ്തത്.
മധ്യസ്ഥ തീരുമാനങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മധ്യസ്ഥനാക്കുകയും എന്നിട്ട് റസൂലുള്ളാന്റെ വിധിയെ യാതൊരു മനപ്രയാസവും ഇല്ലാതെ സ്വീകരിക്കുകയും ചെയ്യുന്നത് വരെ അവർ മുഅ്മിനാകുകയില്ല എന്ന് സൂറത്തുൻ നിസാഇൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് നല്ലത് വിചാരിക്കണം. അദ്ദേഹം പക്ഷപാതിത്വം കാണിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നുന്ന ആളുടെ ഈമാനിന്റെ തരക്കേടാണ്. അയാൾ ഖബീസ് ആയതുകൊണ്ട് ഖബീസത്തായ നിലപാട് അയാളുടെ വായിൽ നിന്ന് വരികയാണ്. അയാൾ ത്വയ്യിബായിരുന്നെങ്കിൽ ത്വയ്യിബായ നിലപാട് അയാൾ പറയുമായിരുന്നു. ഇങ്ങനെ വളരെ വ്യാപകമായ അർത്ഥവിവക്ഷയുള്ള പ്രയോറിറ്റി ഉള്ള ഒരു വർത്തമാനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം വ്യക്തമാക്കുന്നത് സമാപിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്. അപ്പം എന്താണ് ആ പശ്ചാത്തലത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചീത്ത പറയുന്നത് അവർ സ്വന്തത്തെ ഖിയാസാക്കിയിട്ട് ചീത്ത ആളുകളാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയെ അവർക്കറിയാം, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ അവർക്കറിയാം. പക്ഷേ എന്നിട്ടും അവർ ഒരു ചീത്ത ഊഹങ്ങൾ പുലർത്തുകയും ചീത്ത വർത്തമാനങ്ങളും പറയുന്നത് അത് അവർ ചീത്തയായതുകൊണ്ടാണ്. അതേ സമയത്ത് നല്ല ആളുകൾ പറയുക, നല്ല ആളുകൾ വിചാരിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവും നല്ല ആളുകളാണ്, അതുകൊണ്ട് തന്നെ അവർ നല്ലതേ ചെയ്യുകയുള്ളൂ എന്നാണ് നല്ല ആളുകൾ വിചാരിക്കുക. അൽ മർഉ യഖീസു അലാ നഫ്സിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. മനുഷ്യൻ അവനവനെ വെച്ചാണ് മറ്റുള്ളവരെ അളക്കുക. അതാ ആ സംഗതി ഇവിടെ എടുത്തു പറയുകയാണ്. ഉലായിക മുബറഊന മിമ്മാ യഖൂലൂൻ, അവർ ആളുകൾ പറയുന്നതിൽ നിന്നെല്ലാം മുക്തരാണ് എന്ന് പറഞ്ഞാൽ നല്ല ആളുകളെ കുറിച്ച് ചീത്ത ആളുകൾ ചീത്ത ആരോപണം പറഞ്ഞതുകൊണ്ടൊന്നും നല്ല ആളുകൾക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല. കാരണം അവരെ അടുത്തറിയുന്ന ആളുകൾക്ക് അവരെ അറിയാലോ. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ. അവരെ അടുത്തറിയുന്ന വനിതകളും പുരുഷന്മാരും ഒക്കെ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അതിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ അവർക്ക് അത് ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഉണ്ടായ ആക്ഷേപങ്ങളൊന്നും ആയിഷ റളിയല്ലാഹു അൻഹയെ ബാധിക്കുകയില്ല. ഉലായിക മുബറഊന മിമ്മാ യഖൂലൂൻ. പിന്നെ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവർക്ക് മഗ്ഫിറത്തും അതുപോലെ മാന്യമായ വിഭവവും അഥവാ പരലോകത്ത് മെച്ചമാണ് അവരെ കാത്തിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് തുല്യമാണ് ഈ ആയത്ത്. യഥാർത്ഥത്തിൽ മഗ്ഫിറത്തുണ്ട് എന്ന് പറഞ്ഞത് ആളുകളെ കുറ്റം പറയും തോറും സ്വന്തം പാപങ്ങൾ, മാന്യനായ ആൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് ചെയ്യുക, അതുകൊണ്ട് ഗുണം കിട്ടുകയാണ് ചെയ്യുക, അല്ലാതെ ഒരു ദോഷവും ഉണ്ടാകുകയില്ല എന്ന്. എന്നാൽ ഈ ആയത്തിന്റെ ലാഹിർ അനുസരിച്ച് മുഫസ്സിറുകൾ ചിലർ ഇത് ആളുകളെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അൽ ഖബീസാത്തു ചീത്ത പെണ്ണുങ്ങൾ, ലിൽ ഖബീസീന ചീത്ത ആണുങ്ങൾക്കും, വൽ ഖബീസൂന ചീത്ത ആണുങ്ങൾ ലിൽ ഖബീസാത്തി ചീത്ത പെണ്ണുങ്ങൾക്കുമുള്ളതാണ്. വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്, നല്ല പെണ്ണുങ്ങൾ നല്ല ആണുങ്ങൾക്കും നല്ല ആണുങ്ങൾ നല്ല പെണ്ണുങ്ങൾക്കും ഉള്ളതാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ നല്ലവനാണ് എന്നതിൻ്റെ തെളിവാണ് നല്ലവനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഭാര്യയായി സ്വീകരിച്ച് ദീർഘനാളായി പിന്നെ ഒന്നിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിൽ ചേരുമായിരുന്നില്ല. അത് വളരെ വളരെ ഈ ആയത്തുകൊണ്ട് അതാണോ ഉദ്ദേശിച്ചത് എന്നതിൽ രണ്ടഭിപ്രായം ഉണ്ടാകാമെങ്കിലും വളരെ പ്രാമാണികതയുള്ള വിശദീകരണമാണത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, പിന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഭാര്യമാർക്ക് പ്രയാസമാകുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർക്ക് ഖിയാർ നൽകുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ആയിഷ നീ നല്ലവണ്ണം ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തരണം, നീ ഒറ്റയ്ക്ക് പറയണ്ട, ഉമ്മാനോടും ബാപ്പാനോടും ഒക്കെ ചോദിച്ചിട്ട് സാവധാനം മറുപടി തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, പോറ്റാൻ കഴിയില്ല റസൂലുള്ളാഹിക്ക് ഭാര്യമാരെ എല്ലാവരെയും. അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭൗതിക ജീവിതം ആഗ്രഹമുണ്ടെങ്കിൽ യാതൊരു മനപ്രയാസവുമില്ലാതെ ഒരാക്ഷേപവുമില്ലാതെ പിരിഞ്ഞു പോകുന്നതിന് തടസ്സമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം ഇതാണപ്പോൾ ആലോചിച്ചിട്ട് പറയാനുള്ളത്, അത് ഞാനിപ്പം തന്നെ പറയാം, എനിക്ക് ആ ഖിയാറൊന്നും ആവശ്യമില്ല, ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന മനുഷ്യരിലെ സർവോത്തമനായ മനുഷ്യനെ ആയിഷ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്?
കുറച്ച് ഒരുപാട് പ്രായം കൂടുതലുള്ള, അതുപോലെ തന്നെ വേറെ ആരെയും വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ കിട്ടുമായിരുന്ന സുന്ദരിയായ ആയിഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ കാരണം അവർ തയ്യിബത്ത് ആയതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്വീകരിക്കാൻ കാരണം അതിൻ്റെ കാരണവും തയ്യിബായ റസൂലുള്ള തയ്യിബത്തായ ആയിഷ റളിയല്ലാഹു അൻഹ ആയതുകൊണ്ടാണ് സ്വീകരിച്ചത്. തയ്യിബായ റസൂലുള്ളയെ ആയിഷ റളിയല്ലാഹു അൻഹ സ്വീകരിക്കുന്നതും തയ്യിബത്ത് ആയതുകൊണ്ടാണ്. അത് ആലോചിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകും. എന്നാൽ ചീത്തയായിരുന്നെങ്കിൽ അങ്ങനെയല്ല, ചേരൂലായിരുന്നു അത് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും അവരെ ബാധിക്കുകയില്ല എന്നാണ് അപ്പോൾ ഉലൈക മുബറഊന മിമ്മ യഖൂലൂൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അത് അവിടെ മാത്രം ഫിറ്റല്ല, എല്ലാ കാലത്തും എല്ലാവർക്കും. ചീത്ത വ്യക്തികൾ തമ്മിൽ ചേരുകയില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ചാരിയാൽ ചാരിയത് നാറുന്നും. ചീത്ത ആണുങ്ങളും ചീത്ത പെണ്ണുങ്ങളും തമ്മിൽ ഒക്കുകയില്ല. അതുപോലെ തന്നെ ചീത്ത ആണുങ്ങളും ചീത്ത പെണ്ണുങ്ങളും തമ്മിലേ ചേരൂ. ചീത്ത പെണ്ണുങ്ങളും നല്ല ആണുങ്ങളും തമ്മിലോ അല്ലെങ്കിൽ നല്ല പെണ്ണുങ്ങളും ചീത്ത ആണുങ്ങളും തമ്മിലോ യഥാർത്ഥത്തിൽ ചേരുകയില്ല എന്നത് ഒരു പൊതു യാഥാർത്ഥ്യം അതിലുണ്ട് എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആളുകളാണെങ്കിൽ അങ്ങനെയാണ് വിശദീകരണം. അല്ല കാര്യങ്ങളാണെങ്കിൽ രണ്ടും പ്രസക്തമായ ഒരു വ്യാപകമായി പൊതുവായി തന്നെ പറയാവുന്ന കാര്യങ്ങളാണ് ആയത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നല്ല ആളുകളെക്കുറിച്ച് ആളുകൾ ചീത്ത ആരോപണം പറയുകയാണെങ്കിൽ അതൊന്നും അല്ലാഹു തആല കണക്കിലെടുക്കുകയില്ല. അതൊന്നും അവരുടെ ഇമേജിനെ ബാധിക്കുകയില്ല. അവർക്ക് നല്ല ആളുകൾ കുറ്റം പറയുന്നു എന്നതുകൊണ്ട് മാത്രം ഒന്നും നഷ്ടപ്പെടുകയില്ല. പകരം അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് മഗ്ഫിറത്തും റിസ്ക്കും കരീമുമാണ് ഉള്ളത്. ചില ആളുകൾ പരലോകത്തെ കാര്യമാണിത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ പരലോകത്ത് നല്ല ആണുങ്ങളും നല്ല പെണ്ണുങ്ങളും ഒക്കെ ഒന്നിച്ചും അതുപോലെ ചീത്ത ആണുങ്ങളും ചീത്ത പെണ്ണുങ്ങളും ഒക്കെ ഒന്നിച്ചും ആണ് ഉണ്ടാവുക എന്നത്. അത് മഗ്ഫിറത്ത് എന്ന വാക്കിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിശദീകരണമാണ്. ഖൗലി എന്ന് പറയുന്നത് യഖൂലൂനനെ കേന്ദ്രീകരിച്ച് നല്ല വാക്ക് നല്ല ചീത്ത വാക്ക് എന്നൊക്കെ വിശദീകരണം ഉലൈക മുബറഊന മിമ്മ യഖൂലൂന വെച്ചുള്ള വിശദീകരണമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് എന്ന വിശദീകരണം അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദീകരണവും ആണ്. എല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊന്നുമല്ല. 3 വിശദീകരണങ്ങളും പരസ്പരം വിരുദ്ധമൊന്നുമല്ല. എന്നാൽ ഏതാണ് എന്ന് കൃത്യമായി അറിയുക, അത് പറഞ്ഞ അള്ളാഹുവിന് തന്നെയാണ്. അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നന്മകൾ നമ്മളും തയ്യിബുകളും തയ്യിബാത്തുകളും ആയി ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസൂലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമah إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.